വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനലിൽ കുറെ ആയില്ലേ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഞാനൊരു ടോപ്പിന്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുത്തില്ല. കുറച്ചത് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ അടുത്തതിലേക്ക് അത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ പെട്ടെന്ന് വേറൊരണത്തിലേക്ക് ചാടേണ്ടി വന്നു. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അർജന്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആൾ എന്റെ കയ്യിൽ മെറ്റീരിയൽ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇതിനിപ്പം വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ മോഡല് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഇട്ടിട്ടില്ല. അപ്പോഴ് മോഡൽ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞാൽ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോഴ് മെറ്റീരിയലൊക്കെ ആള് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എന്ന് വെച്ചാൽ ആള് പിൻട്രസ്റ്റ് നോക്കിയിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു ഇതുപോലെ ചെയ്തു തരാൻ പറ്റും. ഞാൻ ഓക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നെക്കൊന്നും അതുപോലെ വേണ്ട, ആ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോ കണ്ടേ ഈ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ ഈ ഒരു മോഡലാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കണം ഒരു അംബ്രല്ല ഫ്രോക്കാണ്. അപ്പോൾ ഇതുപോലെ ആൾക്ക് വേണം. അപ്പൊ എന്റെ അടുത്ത് നെക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്ത് മോഡൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. സ്ലീവ് ചെറിയ സ്ലീവ് മതി. പിന്നെ ഇതുപോലത്തെ ഒരു ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽ അവൾ തപ്പി പിടിക്കാന്ന് പറഞ്ഞിട്ട് നോക്കി. പക്ഷെ സെയിം കളർ കിട്ടിയില്ല. ഏകദേശം അതുപോലത്തേക്കുള്ളൊരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം കേട്ടോ. അതെ, യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലാണ് ആള് തന്നേക്കുന്നത്. അപ്പം അതായത് ആ ഒരു ഫോട്ടോയിൽ കാണുന്നേക്കെ പോലെ തന്നെ ഒരുപോലെ മതി. എന്തിനല്ല ഒരുപാട് പോലെ. അപ്പൊ കണ്ടിട്ട് ഓരോ ഗോൾഡൻ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ ഈ മെറ്റീരിയലിന്റെ പേര് എനിക്ക് മെറ്റീരിയലിന്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല. ആകെ അറിയാവുന്ന കുറച്ചുണ്ട്. ജോർജറ്റ്, ഷിഫോൺ, കോട്ടൺ, പിന്നെന്താ ക്രീപ്പ്, അതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. ഇങ്ങനത്തെ ഒന്നും എനിക്ക് അറിയത്തില്ല. നല്ല തിളക്കമുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ പ്രിന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് ആൾക്ക് യോക്ക് പോർഷൻ വെക്കണം. അപ്പൊ സ്കേർട്ട് പോർഷൻ സെയിം അല്ല. സ്കേർട്ട് പോർഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്കേർട്ടിനായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലാണ്. ട്രാൻസ്പെറന്റ് ആണ്. ഞാൻ അത് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. അല്ലേ, ഇത്രയും ട്രാൻസ്പെറന്റ് ആണ് സംഭവം. നെറ്റ് വെക്കൊരു ഫാബ്രിക്കാ. അതിനകത്ത് ഇതുപോലെ തിളക്കമുള്ളൊരു നെറ്റ്, അതായത് നല്ലൊരു സിൽക്ക് ആയിട്ടുള്ളൊരു കൊള്ളാട്ടോ. ഈ മെറ്റീരിയലാണ് ആളെ സ്കേർട്ട് പോർഷൻ വെച്ചേക്കുന്നത്. പിന്നെ ലൈനിങ് ക്രേപ്പ് ആട്ടോ വെക്കുന്ന. ക്രേപ്പിന്റെ ലൈനിങ് നമ്മള് യോക്ക് പോർഷനും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും വേണ്ടിയിട്ട് ആള് ലൈനിങ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെല്ലാം കൂടി സെറ്റ് ആക്കി തണ്ടേ ഈ ഫോട്ടോയിൽ പോലുള്ള, അതായത് ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചല്ലോ, അതായത് ഈ ഫോട്ടോ. അപ്പൊ അതുപോലത്തെ ഒരു ടോപ്പ് ആക്കി എടുക്കണം. അപ്പൊ എന്തായാലും അതിന്റെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കണ്ടല്ലോ, ഇത്രയാണ് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കട്ടിങ്ങിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യോക്ക് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യോക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 4ആയിട്ട് ഈ ഒരു ക്ലോത്ത് മടക്കിയിടുക. അപ്പോൾ ഞാൻ ഈ മടക്ക് തന്നെ മടക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെട്ടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ റിംഗ് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കി എടുക്കുക. 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആ മടക്ക് ഭാഗം എൻ്റെ വശത്തേക്ക് വരുന്ന രീതിയിൽ ഇടുക. അതുകൊണ്ട് അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ആദ്യം തന്നെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് അഥവാ കഴുത്തകലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കഴുത്തകലം കൊടുക്കുന്നത് ഒരു 3 ഇഞ്ചാണ്. അപ്പോൾ ആളുടെ നെഞ്ചവണ്ണം വരുന്നത് 36ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 3 ഇഞ്ചാണ് നെക്ക് ലെങ്ത് അല്ല, നെക്ക് വിഡ്ത്ത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ആദ്യം തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മെഷർമെൻ്റ് ഒക്കെ സൈഡിൽ ഇതുപോലെ കൊടുത്തേക്കാട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഈ ഒരു നെക്ക് വിഡ്ത്തും ഷോൾഡറും ആം ഹോൾ ലെങ്തൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. അത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഞാനത് ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ആ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആൾ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് ഏത് മോഡൽ വേണമെങ്കിലും വെച്ചോളാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു ഏത് നെക്ക് വേണം എന്നുള്ളത്. അതായത് ഈ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഐഡിയാസ് ഒന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഈ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി അങ്ങനെ എന്തെങ്കിലും എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞു സിമ്പിളായിട്ടുള്ള നെക്ക് മതി ഏതെങ്കിലും നോക്കാനെന്ന്. അങ്ങനെ ഞാനിവിടെ ഒരു നെക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്താണ് ചെയ്തത്, കഴുത്തകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കൊടുത്തതുപോലെ തന്നെ മെഷർമെൻറ്റ്
അതനുസരിച്ചിട്ട് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കൈക്കുഴി വരച്ച് നമ്മൾ നെഞ്ച് വണ്ണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ സൈസ് 36 വരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ഡിവൈഡ് ചെയ്തും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് 9 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് നമ്മളിവിടെ നെഞ്ച് വണ്ണമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ യോക്ക് പോർഷൻ്റെ ലെങ്ത് വരുന്നത് 14.5 ആണ്. അതായത് 14.5 ആൾക്ക് യോക്ക് പോർഷൻ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഈ 1 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ഇഞ്ച് അവിടെ പോകും. പിന്നെ താഴെ അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 1/2 ഇഞ്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ യോക്ക് പോർഷൻ്റെ ലെങ്ത് വരുന്നത് 15.5 നമ്മൾ യോക്ക് പോർഷൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും മാർക്കിങ്സ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം യോക്ക് പോർഷൻ്റെ താഴത്തെ വീതി എന്ന് പറയുന്നത് നമ്മൾ നെഞ്ചുവണ്ണം എത്രയാണോ ഇവിടെ എടുത്തേക്കുന്നത് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തം മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈക്കുഴി റൗണ്ട് നല്ല കറക്റ്റിന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും മാർക്കിങ്സ് ആണ് യോക്ക് പോർഷനിൽ വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്തിറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും കഴുത്തിറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങോട്ട് ഇറങ്ങണ്ടാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു 3 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്കിന് ഒരു 5.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നെക്കിൻ്റെ മോഡൽ ഏത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്കിലൊരു റൗണ്ട് നെക്കും കൊടുത്തിട്ട് ഫ്രണ്ടിൽ റൗണ്ടും അല്ല എന്നാൽ വീനക്കും അല്ല, അതുപോലത്തെ ഒരു ആലിലെ കഴുത്തെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. അത് ഒരു വൈറ്റ് വീനെക്ക് പോലൊക്കെ ഉള്ളൊരു നെക്ക് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ നെക്ക് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടി ആയപ്പോഴത്തേക്ക് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ സെയിം തന്നെ നമ്മൾ ലൈനിങ്ങിൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കത്തില്ല കേട്ടോ. നെക്ക് കട്ട് ചെയ്യാറേ ഇല്ല. ബാക്കി എല്ലാ പോർഷനും സെയിം തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. നെക്ക് മാർക്ക് ചെയ്യത്തില്ല. അപ്പം നെക്ക് മാർക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ജോയിൻ ചെയ്ത് കട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വേണ്ട കൈക്കുഴി റൗണ്ടും കറക്റ്റിന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം അതായത് നമ്മൾ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത മാർക്കിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള മൊത്തത്തിലൊരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തൊട്ട് ഒന്നും കൂടി ഇതുപോലെ ടേപ്പൊക്കെ വെച്ച് നോക്കി കൊടുക്കാറുണ്ട് കറക്റ്റ് ആണോ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നേന്നും പറഞ്ഞ് ഒന്നും കൂടി നോക്കിയിട്ടായിരിക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എന്തായാലും അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കണം. ക്രേപ്പാണ് ഞാനിവിടെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ലൈനിങ് യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ക്രേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എനിക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാട്ടോ. അതായത് ഇതുപോലെ നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്ക് ഞാൻ ചില സമയമുണ്ടല്ലോ ആ സ്ക്വയർ പോലത്തെ ഷേപ്പ് ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തും കളയാം. അതായത് ഈ ഒരു റൗണ്ട് കട്ട് ചെയ്യാതെ നേരെയൊക്കെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ. അത് പിന്നെ അങ്ങനെയൊക്കെ കുളമായി പോകണോണ്ട് തന്നെ ഞാനത് ആരെയും അറിയിക്കാതെ തന്നെ ഞാൻ തന്നെ അത് എനിക്കൊരു മൈൻഡ് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മടി പിടിച്ചാൽ അങ്ങനെയും മടി പിടിച്ചിരിക്കും. അതാണ് എൻ്റെ ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. പക്ഷേ എപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. ഇതുപോലെ ഒരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ എടുത്ത് സ്റ്റിച്ച് ചെയ്യാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ വീഡിയോസും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കണം, കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് നമുക്കിത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാം. 2 യോക്ക് പോർഷനല്ലേ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അത് മുകളിൽ ഇതുപോലെ മടക്ക് ഭാഗത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഇതുപോലെ എനിക്ക് പണിയിട്ട് വേറൊരു ഭാഗമാണ് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ. കാരണം 2 നെക്കും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും. ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ശ്രദ്ധിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാദ്യം തന്നെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ടേപ്പ് എടുത്ത് നമ്മളിവിടെ കഴുത്തകല 3 കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ആലില പോലത്തെ ഒരു കഴുത്ത് അതുപോലെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇനി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയുള്ള കോലാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു തുണിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന തുണിയാണ്. അതായത് മാനേജ് ചെയ്താൽ കയ്യിൽ നിൽക്കുന്നില്ല. പിന്നെ കുറേയൊക്കെ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇത്തരം തുണിയിൽ, അതായത് നല്ല തുണിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് തെന്നിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കഴുത്താണ് ഫ്രണ്ടിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ആളിന് അങ്ങനെ ഇന്ന നെക്ക് തന്നെ വേണമെന്നില്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ആലോചിക്കുക ഈ നെക്ക് വേണോ അതോ വേറെ വേണോ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുക, ഇത് വേണോ വേറെ നെക്ക് വേണോന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് തന്നെ ചെയ്യാമെന്ന്. അത് തന്നെയാണ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് വരച്ചെടുത്തു. ഇനി നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്ക് നെക്കിന് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 3 ഇഞ്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത്.
ഓക്കെ, അങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇവിടെ കട്ട് ചെയ്ത് നമ്മുടെ യോക്ക് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് നെക്കാട്ടോ ഒരു സൈഡിലിരിക്കുന്നത്, ആ നെക്ക് ഇത് ബാക്ക് നെക്കുമാണ്. ഇനി അത് അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ 4ആയിട്ട് മടക്കി, നമ്മൾ നേരത്തെ എങ്ങനെയാണ് യോക്ക് പോർഷൻ മടക്കിയിട്ടത് അതുപോലെ തന്നെ ലൈനിങ് 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ മെഷർമെൻറ്റ് ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ മാർക്ക് ചെയ്താനൊന്നും നിന്നില്ല. ഇതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ യോക്ക് പോർഷൻ ലൈനിങ്ങിൻ്റെ മുകളിലിട്ട് വെട്ടി അതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. അതാകുമ്പം കുറച്ചുകൂടി എളുപ്പമാണ്. ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം മടക്ക് ഭാഗം നമ്മുടെ ഭാഗത്തോട്ട് വരുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് നെക്ക് കട്ട് ചെയ്യാറില്ല, ഞാനത് ആദ്യമേ പറഞ്ഞായിരുന്നു. അതേ ആ ഒരു കൈക്കുഴിയും അതുപോലെ തന്നെ സൈഡും താഴത്തെ വണ്ണവും മാത്രമേ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. നെക്ക് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കട്ട് ചെയ്ത് മാറ്റുക. യോക്ക് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മുടെ യോക്കിൻ്റെ നല്ല ഭാഗം സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് അതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഇനി അടുത്ത നമ്മൾ അംബ്രല്ല സ്കേർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് മടക്കിയിടുക. ഒരുപാട് ഫ്ലെയർ വരുന്നില്ല, 2ആയിട്ട് തുണി മടക്കിയിടുക. അതായത് ആ തുണി എങ്ങനെയാണോ ഇരിക്കുന്നത് അത് 2ആയിട്ട് ആദ്യം മടക്കിയിടുക. ഈക്വലായിട്ട് മടക്കിയിട്ടതിന് ശേഷം മടക്ക് ഭാഗം ഞാൻ എൻ്റെ സൈഡിലേക്ക് ഇട്ടതിന് ശേഷം താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ മടക്കി ക്രോസ് ആയിട്ടിടുക. അതായത് തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാനിത് മടക്ക് ഭാഗമാണ് കേട്ടോ, മുകളിലേക്ക് ഇതുപോലെ മടക്കി ക്രോസാക്കി ഏറ്റവും മുകളിലെ ഓപ്പൺ ഭാഗത്തേക്ക് ഇതുപോലെ ക്രോസാക്കി ഇടുക. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ ക്രോസാക്കി ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. അതായത് മടക്ക് ഭാഗം ഇതുപോലെ മടക്കി മുകളിലേക്ക് ഇതുപോലെ കൊണ്ടിടും. അതിന് ശേഷം നമ്മൾ ഇവിടെയാണ് അംബ്രലയ്ക്കുള്ള മാർക്കിങ്സ് ഒക്കെ കൊടുക്കുന്നത്. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്കും ഇതിൻ്റെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു കോൺ ഭാഗത്ത് മടക്കിയിട്ട് ആ കോൺ ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 10 എടുത്തേക്കുന്നത്. ഈ ഒരു 10 എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണോ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം നമ്മളിങ്ങനെ ക്രോസാക്കി മടക്കിയിട്ടപ്പോൾ നമ്മൾ 4 പീസല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ വേസ്റ്റ് വണ്ണത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ നമുക്കിവിടെ 9 കിട്ടുന്നുണ്ട്. ഞാൻ ആ 9ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴത്തേക്ക് 10 ഇഞ്ച് വരുന്നുണ്ട്. ആ ഒരു 10 മുകളിൽ നിന്ന് താഴേക്ക് 10 എവിടെയാണോ കിട്ടുന്നത് അവിടെ വരെ 10 പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ മുകളിൽ, അതായത് ആ ഒരു കോർണർ ഭാഗത്ത് തന്നെ നമ്മൾ 1 ഇഞ്ചെന്ന് എഴുതിയിരിക്കുന്നില്ലേ, അത് ആ ഒരു കോർണർ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് വേണം കറക്കി റൗണ്ടാക്കി 10 ഇതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 10 വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കേർവ് ഷേപ്പിൽ കിട്ടും. ആ നല്ല വൃത്തിക്ക് ഷേപ്പായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്കേർട്ടിലെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഈ ഒരു കെർവ് വരച്ചില്ലേ അവിടുന്ന് താഴോട്ടാണ് സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഏറ്റവും മുകളിൽ നിന്നല്ല, ഈ കർവ് വരച്ചിരിക്കുന്നിടത്തുനിന്ന് താഴോട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത് 31 ഇഞ്ചാണ്. അപ്പോൾ 31 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുക. താഴെ നമ്മൾ 1 ഇഞ്ചാണ് മടക്കി അടിക്കാൻ. അതുപോലെ തന്നെ യോക്ക് പോർഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ യോക്ക് പോർഷൻ നമ്മുടെ സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ താഴേക്ക് നമ്മൾ ആ കേർവ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴത്തെ ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കേർവ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതുപോലെ താഴെ കേർവ് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്കേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്കേർട്ടിന് കൊടുത്ത അതേ ലെങ്ത് വേണ്ട, അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് വല്ലതും കുറച്ചിട്ട് മതി കേട്ടോ കുറയ്ക്കുന്നത്. പിന്നെ ഇത് നെറ്റും കൂടി ആയതുകൊണ്ട് ലൈനിങ് ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 3 ഇഞ്ചേ കുറച്ചിട്ടുള്ളൂ. അങ്ങനെ മാർക്ക് ചെയ്ത് സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ് എന്ത് മോഡലായാലും കുഴപ്പമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ സ്ലീവാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും സ്ലീവ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കട്ടിംഗ് ഒക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഈ ഒരു വീഡിയോയിലല്ല, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. കാരണം സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഞാനൊരു ഈ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ലെങ്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് കാണാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ഒരു അംബ്രല്ല ഫ്രോക്ക് ആണ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എന്നാ ബൈ.